ഇത് അർച്ചനയോടോ? എടാ ഇത് കൂടോത്രട്ടാ. വേണോ? വീട്ടിൽ കൊണ്ട് തരാം തന്നു വിടാം. ഈ മുട്ട കാണുമ്പോ ഈ മുട്ട എടുത്ത് ആർക്കെങ്കിലും നേരെ എറിയാൻ തോന്നിയിട്ടുണ്ടോ? കുടങ്ങി ചങ്കോ ഞാൻ പെട്ടത്. ഈ പുറകില് പോവാനുള്ള ഓടാനുള്ള വഴി ഇല്ല അവിടെ അടച്ചു, ഇവിടേക്ക് വഴിയില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടിരുന്ന ഇതേ ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിക്കോ? ഇല്ല, ഇനി മുട്ടയില്ല. മുട്ട ഭാഗ്യം. പുതിയ സാധനം വരുന്നുണ്ട്. അത് ഇതെടുത്തിട്ട് ഞാനൊരാളെ എറിയണം. അല്ല എറിയണ്ട. അയ്യോ എന്റെ പൊന്നെ, മിക്കവാറും അങ്ങനെ എറിയാനുള്ള സാഹചര്യം അങ്ങനെ എറിഞ്ഞാ എനിക്കാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അർച്ചു ആരെങ്കിലും മുട്ടയൊക്കെ എടുത്തിട്ട് അറിയാം. അങ്ങനെ മനസ്സിലെങ്കിലും തോന്നിയിട്ടുണ്ടാവുമല്ലോ. നന്നായി പറയും, നന്നായിട്ടൊക്കെ പറയും. അല്ലാണ്ട് മുട്ടയൊന്നും അറിയൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പറയും. ആണോ? അങ്ങനെ നന്നായി പറഞ്ഞ ഒരാളുണ്ടോ? കൈകാര്യമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇഷ്ടം പോലെ. ചെയ്യും ഞാൻ. നമ്മൾ ഒരു കൊട്ടേഷൻ സംഘം രൂപീകരിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ ചിലപ്പോ നമുക്ക് എന്താ പറയാ, മറ്റേ സിനിമയിലൊരു ജോജിയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, കായികമായിട്ട് നേരിടേണ്ടി വരും. കായികമായിട്ട് നേരിട്ടിട്ടുണ്ടോ? പലതും ഇത് ഭയങ്കര ഫണ്ണി ആയി പോലെ. മുട്ട എറിഞ്ഞാലോ? പക്ഷെ ഇതിപ്പോ ഒരു മെറ്റൽ സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് അത് മുട്ടയല്ല, അതൊരു ഒരു കരിങ്കൽ മുട്ടയാണെന്ന് ഓർത്തു. എനിക്ക് ശുദ്ധ ബോഷ്ക്ക് മണ്ടത്തരൊക്കെ പറയുന്ന ആളുകളില്ലേ, അതാരായിരിക്കും? അത് നിന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നല്ല ഡൗട്ട് ഉണ്ട്. അല്ല, അതായത് ഇപ്പൊ മനസ്സിലായി, വളരെ ആധികാരികതയോടെ വളരെ സ്ത്രീയുരിതമായി സംസാരിക്കുന്ന മനുഷ്യരെ കണ്ടാൽ ഒരു നല്ല മെറ്റലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യില്ല, ഇതിന്റെ താഴെ എഴുതി കാണിക്കണം, ഇതിന്റെ ഒരു മറ്റേ നമ്മൾ പലതും ഇങ്ങനെ ഭാവന ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത്ര സമയം നമുക്കില്ലാത്തതുകൊണ്ട്. പക്ഷെ അവരെ വേണമെങ്കിൽ നമുക്കൊരു മെറ്റൽ മുട്ട ഉണ്ടെങ്കിൽ എറിയാവുന്നതാണ്. ഇല്ല, എനിക്ക് ബുദ്ധിപരമായ ചോദ്യം. ഇത് ഞാൻ നിലത്ത് വെച്ചേക്ക. എങ്ങാനും ഞാൻ അതിന്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറെ നേരം ഇതാ സൈനോരയ്ക്കുള്ള പ്രോപ്പർട്ടി ഇതൊക്കെ തലേ വെക്കണം കേട്ടോ. എന്റെ മോളിലുള്ള എല്ലാ ഹെഡ് ബാൻഡും ഞാൻ യൂസ് ചെയ്യുന്നത്. പുറത്തേക്ക് പോകുമ്പോ മോളെ നോക്കട്ടെ ഇതിന് മാച്ച് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ. സ്റ്റൈലിസ്റ്റ് അവിടെ ഇരിക്കേണ്ടത് എനിക്ക് അറിയാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതൊക്കെ ഞാൻ വെപ്പിക്കും. ഇതെന്താ ഞാൻ ചെയ്യേണ്ടത്? ഇത് വെച്ചിട്ടുള്ള ഒരു മെമ്മറി പറഞ്ഞാൽ മതി. വെച്ചോ, തലയിൽ വെച്ചിട്ട്. അയ്യോ, ഇതെന്റെ മോളെ പറ്റിയിട്ടുള്ള മെമ്മറി അല്ലേ. ആണോ? ഹെഡ് ബാൻഡ് എന്ന് പറയുമ്പോ എന്റെ വീട്ടിലിങ്ങനെ ചെതറി കിടക്കണ സാധനമാണ് ഹെഡ് ബാൻഡ്സ്. എവിടെ പോകുന്നുണ്ടെങ്കിൽ ഏത് ഡ്രസ്സിന്റെ കൂടെ എന്ത് കളർ വേണമെന്നുണ്ടെങ്കിലും അവിടെ ഹെഡ് ബാൻഡ് എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റും. അവൾക്കും എനിക്കും ഒരേപോലത്തെ തല സൈസും ഷൂ സൈസും സെയിമാ. അപ്പൊ അതുകൊണ്ട് ഇതെന്റെ മോക്ക് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നു, ഗിഫ്റ്റ് ചെയ്തേക്കുന്നു. അതുകൊണ്ട് സൈനോരെ തലയെ വെച്ചിട്ട് പോകും. ജീവിതത്തിൽ വിസിലടിക്കാൻ തോന്നിയത് എപ്പോഴാണ്? വിസിലടിച്ചോ? അണ്ടർവുമൻ ലോഞ്ച് തന്നെ വിസിലടി. നമ്മള് വേറെയുള്ള ആളുകൾക്ക് തന്നെ വിസിലടിക്കണം. ആർക്ക് വേണല്ലോ, സ്വന്തമായിട്ട് അടിക്കാൻ. സ്വന്തമായിട്ട് അടിച്ചോ? അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്തോ. നമ്മളല്ലേ നമുക്ക് അങ്ങനെ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ. മോളെ നീ പൊളിയാണെന്ന് സ്വയം പറഞ്ഞ സാധനം പലപ്പോഴും. കാരണം